അച്ചക്കുട്ടിക്ക് പറഞ്ഞു തരാൻ പോണ കഥയാണ് മഹാഭാരതം. മഹാഭാരതം മുഴുവൻ വലിയ കഥയാണ്. അച്ഛ പറഞ്ഞു തരുന്നത് RK നാരായണൻ്റെ മഹാഭാരത എന്നുള്ള പുസ്തകത്തിൽ നിന്നാണ് കേട്ടോ. ആദ്യത്തെ മഹാഭാരതം എന്താണെന്നുള്ളത് പറഞ്ഞുതരാം. അതിലെന്തൊക്കെയാണ് കഥാപാത്രങ്ങൾ, ആരൊക്കെയാണ് ഉള്ളത് എന്നുള്ള രീതിയിലാണ് ഈ പുസ്തകം തുടങ്ങുന്നത്. ഓക്കെ, ഇതിൻ്റെ ഫസ്റ്റ് കുറച്ച് നേരം ഇൻട്രൊഡക്ഷൻ എന്ന് പറയുമ്പോൾ ആമുഖം എന്ന് പറയുമ്പോൾ ആദ്യം എന്തൊക്കെയാണ് ഈ പുസ്തകത്തിൽ ഉള്ളത് എന്നുള്ളതിനെക്കുറിച്ച് പറഞ്ഞു തരികയാണ്. ഓക്കെ, ശരിക്കുള്ള സംസ്കൃതത്തിലാണ് മഹാഭാരതം എഴുതിയിരിക്കുന്നത്. കുറേ ആയിരം വർഷങ്ങൾക്ക് മുമ്പാണ് മഹാഭാരതം എഴുതിയിരിക്കുന്നത്. 100,000 സ്റ്റാൻസ, പാരഗ്രാഫ്, വേഴ്സ് ഇതൊക്കെ ഉണ്ടായി വെച്ച് കഴിഞ്ഞാൽ ഒരു പാരഗ്രാഫ് എന്ന് പറയുന്നത് ഈ കാണുന്ന ഒരു ഇത് തൊട്ട് ഇതുവരെയുള്ളതാണ്. ഒരു സെൻറ്റൻസ് എന്ന് പറയുന്നത് ഒരു വാക്യം, ഒരു തുടക്കം തൊട്ട് ഒരു അവസാനം വരെയുള്ളത്. അപ്പം ഇങ്ങനെ കുറേ വലിയ കുറേ അധികം ആയിരക്കണക്കിന് 100,000 കണക്കിന് പേജുള്ള പുസ്തകമാണിത്. ഇത് 8 പ്രാവശ്യം ഇല്യഡ് എന്ന് പറഞ്ഞിട്ട് ഗ്രീക്കിൽ വലിയൊരു പുസ്തകമുണ്ട്. ഇല്യഡിൻ്റെയും ഒഡീസേനെയും കൂടി ചേർത്തി കഴിഞ്ഞാലും ഇതിൻ്റെ 1/8 ഭാഗമേ ഈ മഹാഭാരതത്തിലേക്ക് വരുള്ളൂ. മഹാഭാരതം എന്ന് പറയുന്നത് ഇന്ത്യയുടെ ചരിത്രമാണ്. ചരിത്രം എന്ന് പറഞ്ഞാൽ എന്താണ്? ഹിസ്റ്ററി എന്ന് പറഞ്ഞാൽ മുമ്പും പണ്ട് കുറേ ആയിരങ്ങൾ കൊല്ലങ്ങൾക്ക് മുമ്പുള്ള ജീവിതം എങ്ങനെയായിരുന്നു എന്നുള്ളതിൻ്റെ ഒരു കഥയാണത്. ഇതിനെ മിത്തോളജി എന്നും പറയും കേട്ടാ. ഈ കഥയിൽ ഈ കഥ എഴുതിയിരിക്കുന്ന വേദവ്യാസനാണ് കേട്ടോ, വ്യാസൻ. ശരിക്കുള്ള മഹാഭാരതം സംസ്കൃതത്തിൽ എഴുതിയിട്ടുള്ളത് വ്യാസനാണ്. അച്ചക്കുട്ടിക്ക് പറഞ്ഞു തരുന്ന കഥ എന്ന് പറയുന്നത് RK നാരായണൻ 1977 മൈസൂരിൽ വെച്ച് എഴുതിയ ദ മഹാഭാരത എന്നുള്ള പുസ്തകത്തിൻ്റെ മലയാളം പരിഭാഷ. മലയാളത്തിൽ അറിയാവുന്ന രീതിയിൽ അച്ഛൻ പറഞ്ഞു തരുന്നതാണ് ഇത്. മനസ്സിലായോ? 1977 പ്രത്യേകത എന്താണ്? അച്ഛൻ ജനിച്ച ദിവസം. വെരി ഗുഡ്. ജനിച്ച ദിവസം അല്ലടാ, ജനിച്ച കൊല്ലം. ഓക്കെ. അപ്പോൾ ഈ പുസ്തകത്തിലെ ആദ്യത്തെ കഥ എന്ന് പറയുന്നത്, ഇതിനകത്ത് കുറേ ചാപ്റ്റർ എന്ന് വെച്ചാൽ ഒരു കഥയുടെ ഒരു ഭാഗം. ചാപ്റ്റർ 1, ചാപ്റ്റർ 2, ചാപ്റ്റർ 3 എന്നൊക്കെ പറഞ്ഞ് സ്കൂളിൽ നീ പഠിക്കുന്നില്ലേ? അപ്പോൾ ആദ്യത്തെ ചാപ്റ്ററിൻ്റെ പേരെന്ന് പറയുന്നത് 8ാമത്തെ കുട്ടി എന്നാണ്. ദി 8th ബേബി. ഓക്കെ, 8th ബേബി ആണ് ഈ ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ പേര്. ഈ ഫസ്റ്റ് ചാപ്റ്ററിൽ എന്തൊക്കെയുള്ളതെന്ന് നമുക്ക് നോക്കാം. പണ്ടൊരു കാലത്ത് കുറേ വർഷങ്ങൾക്ക് മുമ്പ്, ഏൻഷ്യൻ്റ് എന്ന് പറയുന്നത് എന്താ അറിയോ? ഏൻഷ്യൻ്റ് എന്ന് പറഞ്ഞ ഇംഗ്ലീഷ് വാക്കിൻ്റെ അർത്ഥം എന്താ അറിയോ? കുറേ കൊല്ലങ്ങൾക്ക് മുമ്പ്, പഴയ ഒരു കാര്യമാണ്. ഏൻഷ്യൻ്റ് എന്ന് വെച്ചാൽ അങ്ങേയറ്റം പഴയത്. അപ്പോൾ ഈ കഥ ശരിക്ക് അറിയപ്പെടുന്ന കുറേ അധികം എന്താ പറയുക, 4,000 5,000 കൊല്ലങ്ങൾക്ക് മുമ്പായിരിക്കണം ഇത് നടന്നിട്ടുണ്ടാവുക. ഓക്കെ, ഇപ്പോൾ അച്ഛൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ കുട്ടിക്ക്, ഇപ്പോൾ 2025 അതായത് യേശുക്രിസ്തു ജനിച്ചിട്ട് 2025 കൊല്ലമായി. അപ്പോൾ യേശുക്രിസ്തുവും ജനിക്കുന്നതിൻ്റെ കുറേ വർഷങ്ങൾക്ക് മുമ്പാണ് മഹാഭാരതം നടക്കുന്നത്. ഓക്കെ, ആ പണ്ട് കുറേ കാലങ്ങൾക്ക് മുമ്പ് ഹസ്തിനപുരം എന്ന് പറഞ്ഞൊരു സ്ഥലം ഉണ്ടായിരുന്നു. ഹസ്തിനപുരം എന്ന് പറയുന്ന ഒരു രാജ്യ തലസ്ഥാനമായിരുന്നു. തലസ്ഥാനം എന്ന് വെച്ചാൽ ക്യാപിറ്റൽ. ഇന്ത്യയുടെ ക്യാപിറ്റൽ ഡൽഹിയില്ലേ, കേരളത്തിൻ്റെ തിരുവനന്തപുരം എന്ന് പറഞ്ഞ പോലെ ഭരിക്കുന്ന ആൾക്കാർ താമസിക്കുന്ന സ്ഥലമാണ് ക്യാപിറ്റൽ. അപ്പോൾ ഹസ്തിനപുരം എന്ന് പറഞ്ഞിട്ടുള്ള ക്യാപിറ്റലിലാണ് മഹാരാജാവായിരുന്ന ശന്തനു ജീവിച്ചിരുന്നത്. ശന്തനുവിൽ നിന്നാണ് നമ്മൾ മഹാഭാരതം തുടങ്ങുന്നത്. ഇതിനു മുമ്പും ശന്തനുവിനും ഒരു ചരിത്രം ഉണ്ടായിരുന്നു. പക്ഷെ നമ്മുടെ ഈ കഥ തുടങ്ങുന്നത് നമ്മളിനിയിപ്പോൾ പഠിക്കാൻ പോകുന്ന, ഇപ്പം നമ്മൾ മനസ്സിലാക്കാൻ പോകുന്ന കഥ, ഇപ്പം അച്ഛൻ പറഞ്ഞു തരുന്ന കഥ കുട്ടിക്കുള്ളത്
ശന്തനുവിൽ നിന്നാണ് തുടങ്ങുന്നത്. ഓക്കെ. ശന്തനു എന്ന് പറഞ്ഞൊരു രാജാവ് ഉണ്ടായിരുന്നു. പണ്ട് രാജാക്കന്മാർ എന്ത് ചെയ്യും അറിയോ? രാജാക്കന്മാർ വേട്ടയാടാൻ പോകും. വേട്ടയാടുക എന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ട് മനുഷ്യർക്ക് ഏറ്റവും കൂടുതൽ പേടി ഉണ്ടായിരുന്നത് വന്യമൃഗങ്ങളൊക്കെയാണ്. പുലി, സിംഹം, ആന, പാമ്പ്. ആനേനെ മനുഷ്യൻ മെരുക്കിയെടുത്തു. പിന്നെ യുദ്ധത്തിനൊക്കെ ആനയെ ഉപയോഗിക്കാൻ തുടങ്ങി. അപ്പോൾ മൃഗങ്ങളിൽ നിന്നും മറ്റുള്ള ജീവികളിൽ നിന്നും മറ്റുള്ള കള്ളന്മാരിൽ നിന്നുമൊക്കെ ഒരു രാജ്യത്തിലെ നല്ല ആൾക്കാരെ, സാധാരണ ആൾക്കാരെ സംരക്ഷിക്കുക എന്നുള്ളതാണ് ഒരു രാജാവിൻ്റെ പ്രധാനപ്പെട്ട ചുമതല. അപ്പോൾ ശന്തനു പറഞ്ഞ രാജാവ് ഉണ്ടായിരുന്നു. അപ്പോൾ രാജാവ് ഇങ്ങനെ വേട്ടയ്ക്ക് പോകുമ്പോൾ കുതിരയിൽ മറ്റുള്ള ഇതിലുമൊക്കെ രാജാവ് തേരിലും ഇതിലുമൊക്കെ തൻ്റെ ആൾക്കാരൊക്കെ സുഖമായിരിക്കുന്നുണ്ടോ, തൻ്റെ ഗ്രാമമൊക്കെ നന്നായിട്ടിരിക്കുന്നുണ്ടോ, ആർക്കെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടോ എന്നൊക്കെ നോക്കും. അതുപോലെ ഈ പുലി, സിംഹം, ഇങ്ങനെ വന്യമൃഗങ്ങളുടെ എണ്ണം കൂടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ വന്യമൃഗങ്ങളൊക്കെ കാട്ടിൽ നിന്ന് നാട്ടിലേക്ക് ഇറങ്ങാൻ തുടങ്ങിയാലേ സാധാരണ ആൾക്കാർ, ഗ്രാമത്തിലൊക്കെ ജീവിക്കുന്ന ആൾക്കാർക്ക് എന്തുമാത്രം ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതിൽ നിന്നൊക്കെ രക്ഷിക്കാനാണ് രാജാവാണ് ഇതിനെ വേട്ടയാടാൻ ഇറങ്ങിക്കഴിഞ്ഞിട്ട് ഈ പറയുന്ന പോലെ വല്ല പുലിയോ സിംഹമോ അല്ലെങ്കിൽ അങ്ങനത്തെ ജീവികളൊക്കെ നാട്ടിലിറങ്ങാൻ സാധ്യതയുണ്ടെങ്കിൽ അതിനെയൊക്കെ കൊല്ലും. അതിനെയാണ് ഹണ്ടിങ് എന്ന് പറയുക ഇംഗ്ലീഷിൽ. ഹണ്ടിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? വേട്ടയാടുക. അപ്പോൾ ഒരു ദിവസം ഇങ്ങനെ ശന്തനു മഹാരാജാവ് വേട്ടയാടാൻ ഇറങ്ങി തിരിച്ച് ഇങ്ങനെ നടന്നു പോണു. അങ്ങനെ പോകുമ്പോൾ എന്തായി? ഒരു സുന്ദരിയായൊരു സ്ത്രീനെ കണ്ടു. അതിസുന്ദരി. ഇത്രയും തൻ്റെ ജീവിതത്തിൽ തന്നെ ഇത്രയും സുന്ദരിയായ ഒരു സ്ത്രീയെ കണ്ടിട്ടേ ഇല്ല. ഈ സ്ത്രീനെ കണ്ട ഉടനെ രാജാവിന് ഭയങ്കര ഇഷ്ടമായി. രാജാവ് ഈ സ്ത്രീയോട് ചോദിച്ചു, ഞാൻ നിന്നെ കല്യാണം കഴിക്കട്ടെ എന്ന്. അപ്പോൾ ആ സ്ത്രീ പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് കല്യാണം കഴിക്കാൻ, നിങ്ങൾ എന്നെ കല്യാണം കഴിച്ചോളൂ, പക്ഷേ എനിക്കിഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യും. അങ്ങനെയാണെങ്കിൽ മാത്രമേ എന്നെ കല്യാണം കഴിക്കാൻ പാടുള്ളൂ. ഒരു കാരണവശാലും ഞാൻ എന്തെങ്കിലും ചെയ്തതിന് എന്തുകൊണ്ട് ചെയ്തു എന്നോ, ഇങ്ങനെ ചെയ്യാൻ പാടില്ല എന്നോ, അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നൊന്നും പറയാൻ പാടില്ല. ഈ കണ്ടീഷന് സമ്മതമാണെങ്കിൽ മാത്രമേ ഞാൻ കല്യാണം കഴിക്കുള്ളൂ എന്ന് പറഞ്ഞു. അപ്പൊ രാജാവിന് ഈ രാജ്ഞിനെ എത്രയ്ക്ക് ഇഷ്ടമായ സ്ഥിതിക്ക് രാജ്ഞിയോട് പറഞ്ഞു, ശരി എന്നാൽ ഞാൻ രാജ്ഞി പറയണ പോലെ ഭാര്യയോട് പറഞ്ഞു, നിങ്ങളെന്ത് വേണമെങ്കിലും ചെയ്തോ, ഞാൻ ചോദിക്കില്ല. അങ്ങനെ പറഞ്ഞിട്ട് ഇത് വെച്ചിട്ട് അവർ കല്യാണം കഴിച്ചു. കല്യാണം കഴിച്ചാൽ എന്താ സംഭവിക്കുക? കുട്ടികളുണ്ടാവും അല്ലേ? അപ്പോൾ ആദ്യത്തെ ഒരു കൊല്ലം കഴിഞ്ഞപ്പോഴേക്കും രാജാവിനും രാജ്ഞിക്കും ഒരു കുട്ടി ഉണ്ടായി. ആ കുട്ടീനെ രാജ്ഞി കുട്ടീനെ നേരെ കൊണ്ടുപോയി പുഴയിൽ മുക്കി അങ്ങോട്ട് കൊന്നു. എന്താന്ന് ചോദിക്കാൻ പാടില്ലല്ലോ രാജാവിനെ. അപ്പോൾ ആദ്യത്തെ കുട്ടീനെ അങ്ങനെ മുക്കിക്കൊന്നു. അപ്പോൾ രാജാവ് ഇപ്പം എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതിരിക്കുകയാണ്. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും അടുത്ത കുട്ടി ഉണ്ടായി. ഈ അടുത്ത കുട്ടീനെ എന്താ ചെയ്തേ? ഇതേപോലെ അങ്ങോട്ട് മുക്കിക്കൊന്നു. അച്ഛ തുടക്കത്തിൽ എന്താ ഈ പറഞ്ഞേ? തുടക്കത്തിൽ അച്ഛ ഒരു കാര്യം പറഞ്ഞത് ഓർമ്മയുണ്ടോ? എന്താണ്? പറയാൻ പാടില്ല. അതല്ല, ഈ കഥയിലെ ഈ ഭാഗത്തിന്റെ പേര് 8th ചൈൽഡ് എന്നാണ്. എന്ന് വെച്ചാൽ 8ാമത്തെ കുട്ടി എന്നാണ്. അപ്പൊ അങ്ങനെ ആദ്യത്തെ കുട്ടീനെ ജനിച്ചപ്പോൾ മുക്കിക്കൊന്നു. രണ്ടാമത് പിന്നെയും കുട്ടി ജനിച്ചു, അതിനെയും മുക്കിക്കൊന്നു. അങ്ങനെ 7 കുട്ടികളെ മുക്കിക്കൊന്നു. 8ാമത്തെ കുട്ടിയായപ്പോൾ എന്തായി? സാധാരണ ചെയ്യണ പോലെ രാജ്ഞി നേരെ കൊണ്ടുപോയി വെള്ളത്തിൽ
മുക്കിക്കൊല്ലാൻ കൊണ്ടുപോയപ്പോൾ രാജാവിന് സങ്കടം സഹിക്കാണ്ടായി. ഏറ്റവും പറഞ്ഞിട്ടു, എന്താ നീ ചെയ്യണേ, ഇത്ര ക്രൂരതയല്ലേ, നിർത്ത. നിർത്ത, നീ കുട്ടീനെ എന്തിനാ കൊല്ലണേ ചോദിച്ചു. അപ്പം രാജ്ഞി പറഞ്ഞു, ശരി, യെസ്, ഐ വിൽ സ്പെയർ ദ ചൈൽഡ്, ബട്ട് വൺ മൊമെൻറ്റ്. യെസ്, ഐ വിൽ സ്പെയർ ദ ചൈൽഡ്, ബട്ട് ദ മൊമെൻറ്റ് ഹാസ് കം ഫോർ അസ് ടു പാർട്ട്. ശരി, അങ്ങ് പറയുന്ന പോലെ ഞാൻ ഈ കുട്ടീനെ കൊല്ലില്ല, പക്ഷെ ഇനി നമ്മൾ തമ്മിൽ ഒന്നിച്ച് ജീവിക്കില്ല. ഞാൻ വിട്ടിട്ട് പോവാണ് നിങ്ങളെ വിട്ടിട്ട് നിങ്ങളുടെ കൂടെ ജീവിക്കാൻ എനിക്ക് വയ്യ എന്ന് പറയും. അപ്പം രാജാവ് ചോദിക്കും, എന്തുകൊണ്ടാണ് നീ എങ്ങനെ പറയണതെന്ന്. അപ്പം അതിന് ഷീ എക്സ്പ്ലെയിൻഡ്, നോ മീ നൗ ആസ് ഗംഗ, ഞാനാണ് ഗംഗ, ഇനി തൊട്ട് എന്നെ ഗംഗ എന്നറിഞ്ഞാൽ മതി. ദ ഡെയിറ്റി ഓഫ് റിവർ, പുഴകളുടെ ദൈവം. ഞാനാണ് ഗംഗ, ഞാൻ പുഴകളുടെ ദൈവമാണ്. I took human form only in order to give birth to these 8 babies as ordained. ഞാൻ മനുഷ്യരൂപം എടുത്തിട്ട്, ഞാൻ നദികളുടെ ദൈവമാണ്, എൻ്റെ പേരാണ് ഗംഗ, ഞാൻ നദികളുടെ ദൈവമാണ്. ഞാൻ ഈ ഭൂമിയിൽ ജന്മം എടുത്തത് തന്നെ ഈ 8 കുട്ടികൾക്ക് ജീവൻ നൽകാൻ വേണ്ടിയാണ്. അതിനു വേണ്ടിയാണ് ഞാൻ കല്യാണം കഴിച്ചത്. കാരണം ഈ ലോകത്തിലെ തന്നെ ഏറ്റവും ശക്തമായ രാജാവ് ശന്തനു മഹാരാജാവായതുകൊണ്ടും ശന്തനു മഹാരാജാവിന് മാത്രമേ എൻ്റെ കുട്ടികൾക്ക് ജന്മം നൽകാനുള്ള കഴിവുള്ളൂ എന്നുള്ളത് കൊണ്ടും മാത്രമാണ് ഞാൻ ജീവിതത്തിൽ ഈ മനുഷ്യരൂപം, സ്ത്രീ രൂപം എടുത്തിട്ട് വന്നത്. ഇപ്പം എൻ്റെ ജോലി കഴിഞ്ഞു, എൻ്റെ 8 കുട്ടികൾക്ക് ഞാൻ ജന്മം നൽകി, ഓക്കെ എന്ന് ശന്തനു മഹാരാജാവിനോട് ആരാ പറയുന്നേ? ഗംഗ പറയണു. ഓക്കെ, ദ ചിൽഡ്രൻ ആർ 8 വാസുസ്. ഈ 8 കുട്ടികളാണ് 8 വാസു. കഴിഞ്ഞ ജന്മത്തിൽ ഇവർ ചെയ്ത കുറ്റങ്ങൾക്ക് വേണ്ടിയാണ് ഈ കുട്ടികൾ. വശിഷ്ഠൻ എന്ന് പറഞ്ഞൊരു മഹർഷി ഉണ്ടായിരുന്നു. വശിഷ്ഠന് നന്ദിനി എന്ന് പറഞ്ഞ വശിഷ്ഠൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മഹർഷി ഉണ്ടായിരുന്നു കേട്ടോ. ഈ മഹർഷിക്ക് ഭയങ്കര അതീവ ശക്തിയുള്ള മഹർഷിയാണ്. സന്യാസിമാർ ഒരുപാട് ത്യാഗം ചെയ്ത് ഒരുപാട് തപസ് ചെയ്തിരിക്കുന്നത് കൊണ്ട് അവർക്ക് ഒരുപാട് ശക്തികളുണ്ട്. അമാനുഷികമായ ശക്തികളാണ് അതിനെ പറയുക. അതായത് നമ്മൾ മനുഷ്യന്മാർ, സാധാരണ മനുഷ്യന്മാർക്ക് ചെയ്യാൻ പറ്റില്ല. ആ ചെയ്യാൻ പറ്റാത്ത പല കാര്യങ്ങളും ചെയ്യാനാണ് മഹർഷിമാരുണ്ടായിരുന്നത്. മഹർഷിമാർക്ക് അതീവ കഴിവുണ്ടായിരുന്നു. അങ്ങനെ ഒരു മഹർഷിയായിരുന്നു വശിഷ്ഠ മഹർഷി. ഈ വശിഷ്ഠ മഹർഷിക്ക് ഒരു പശു ഉണ്ടായിരുന്നു. ആ പശുവിൻ്റെ പേരാണ് നന്ദിനി. ഈ നന്ദിനി എന്ന് പറഞ്ഞ പശുവിനെ അറിയാം നിനക്ക്? ആ നന്ദിനി എന്ന് പറഞ്ഞിട്ട് ഒരുപാട് പേരൊക്കെ. ആണോ? നന്ദിനി ചെരിഞ്ഞു എന്നോ? ആനയല്ലടാ, അത് പശുവാണ് നന്ദിനി. ഈ വശിഷ്ഠ മഹർഷിയുടെ ഇതിവിടെ അല്ല, അത് കുറേ 1000 കൊല്ലങ്ങൾക്ക് മുമ്പ് നടന്ന കഥയാണ് കേട്ടോ. അപ്പോൾ വശിഷ്ഠ മഹർഷി ഉണ്ടായിരുന്നു. വശിഷ്ഠ മഹർഷിക്ക് ഒരു പശു ഉണ്ടായിരുന്നു. ആ പശുവിൻ്റെ പേരാണ് നന്ദിനി. ഈ നന്ദിനി എന്നുള്ള പശുവിനെ കുറച്ച് ആൾക്കാർ കട്ടുകൊണ്ട് വന്നു. ആ കട്ടതിനുള്ള ശിക്ഷയാണ് ഭൂമിയിൽ ജനിക്കുക എന്നുള്ളത്. പണ്ട് സ്വർഗത്തിൽ നല്ല സുഖമല്ലേ, സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് വരാൻ ആർക്കും ഇഷ്ടമല്ല. അപ്പോൾ ഇങ്ങനെ ഈ 8 വസുക്കൾക്ക് നന്ദിനി എന്നുള്ള വശിഷ്ഠൻ്റെ പശുവിനെ കട്ടതിൻ്റെ ശിക്ഷയായിട്ടാണ് ഭൂമിയിൽ ജനിക്കേണ്ടി വന്നത്. അങ്ങനെയാണ് ഈ ശന്തനുവിൻ്റെ മക്കളായിട്ട് അവർ ജനിച്ചിട്ട് അവർ 7 പേരും അപ്പം തന്നെ കൊല്ലപ്പെട്ടത്. എന്താ ചെയ്ത? കൊല്ലപ്പെട്ടു.
അപ്പോൾ ഇതിൽ എട്ടാമത് ഒരാളുണ്ടായിരുന്നു. അയാൾക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അയാളാണ് ഈ ശരിക്കും നന്ദിനീനെ കട്ടത്. അയാളുടെ ഭാര്യയ്ക്ക് നന്ദിനീനെ വേണം എന്നുള്ളത് കൊണ്ടാണ് അയാൾ കട്ടതെന്നാണ് കഥ പറയുന്നത്. ആ കട്ട കുട്ടിയാണ് ഇപ്പം ഞാൻ എൻ്റെ കയ്യിൽ നിൽക്കണത്. ഈ കുട്ടീനെ മഹാരാജാവ് നിങ്ങൾ എടുത്തോളൂ. കാരണം ഇയാൾക്ക് ശിക്ഷയായിട്ട് ഭൂമിയിൽ കുറച്ചു കാലം ജീവിക്കണം. ഓക്കെ. പക്ഷേ ഇയാൾക്ക് ഒരു കാരണവശാലും കല്യാണം കഴിക്കാൻ പാടില്ല. ഇയാൾക്ക് സ്ത്രീകളുമായിട്ടുള്ള ഒരു ബന്ധവും പാടില്ല. ഓക്കെ എന്ന് പറഞ്ഞിട്ട് ഈ രാജാവിനോട് ഈ കുട്ടീനെ കൊടുക്കും. ഇങ്ങനെയാണ് ഈ RK നാരായണന്റെ കഥയിൽ പറയുന്നത്. പക്ഷെ ശരിക്കും നമ്മുടെ മഹാഭാരതത്തിൽ ആദ്യം പഠിച്ചിരുന്നത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു കുട്ടി രാജാവിനും രാജ്ഞിക്കും ജനിച്ചു കഴിഞ്ഞാൽ ഈ രാജാവിന് നേരത്തെ ഒരു ഭാര്യയും കുട്ടി ഉണ്ടായിരുന്നു. ആ കുട്ടിയുടെ പേരാണ് ദേവരഥൻ. ഈ കുട്ടിക്ക് ഇപ്പൊ ഈ ദേവരഥനാണ് ശരിക്കും രാജാവ് ആവേണ്ടത്. പണ്ട് എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു രാജാവ് മരിച്ചു കഴിഞ്ഞാൽ ആ രാജ്യം മുഴുവനും അടുത്ത ഏറ്റവും മൂത്ത മകന്, ആദ്യം ജനിക്കുന്ന മകനാണ് രാജ്യം കൊടുക്കുക. അപ്പൊ ഈ മുക്കുവത്തിയാണെന്നാണ് നമ്മുടെ ഇതിൽ അച്ഛൻ പറഞ്ഞു കേട്ടിരിക്കുന്നത്. മുക്കുവത്തി എന്ത് ചെയ്തു, സത്യവതി എന്നാണ് പേര്. സത്യവതിയാണ് ശന്തനു മഹാരാജാവിനെ കല്യാണം കഴിക്കുന്നത്. അപ്പോൾ പറഞ്ഞു, ഇതുപോലെ നിങ്ങളുടെ മകൻ രാജ്യം ഒരിക്കലും ഭരിക്കാൻ പാടില്ല, എൻ്റെ മകനാണ് ഭരിക്കേണ്ടത്. രാജ്യത്തിൻ്റെ പരമ്പര മുഴുവനും മാറും. അതുകൊണ്ട് ദേവരഥൻ വിവാഹം കഴിക്കാൻ പാടില്ല. അപ്പം അച്ഛൻ്റെ ആഗ്രഹം സാധിക്കാൻ വേണ്ടി ദേവരഥൻ വിവാഹം കഴിക്കാതെ ഇരുന്നു എന്നും ഒരു കഥയുണ്ട്. ഏറ്റവും അതിബുദ്ധിമാനും അതീവ കഴിവുള്ള ആളുമായിരുന്നു ദേവരഥൻ. ഈ ദേവരഥനെയാണ് നമ്മൾ ഭീഷ്മാചാര്യ എന്ന് പറയുന്നത് പിന്നീട് കേട്ടോ. അത് പിന്നെ പറഞ്ഞുതരാം. ഇപ്പൊ ഈ കഥ ആയിട്ടില്ല. ഈ കഥയിൽ അങ്ങനെ ഇല്ല. ഈ കഥയിൽ കുറച്ചും കൂടി വ്യത്യാസങ്ങളുണ്ട്. ഓരോ പരിഭാഷകൾക്ക് ഓരോ മാറ്റങ്ങളും ചെറിയ ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും. ഓക്കെ. ഇയാള് വശിഷ്ഠന്റെ കീഴിൽ തന്നെയാണ് എല്ലാ കഴിവുകളും, നല്ലൊരു അതിശക്തിമാനും ബുദ്ധിമാനുമായ രാജാവായി വളർന്നു വരികയാണ്. ആരാണ് വളർന്നു വരുന്നത്? ദേവരഥൻ. ദേവരഥൻ ആരാണ്? ശന്തനു മഹാരാജാവിന്റെ മകൻ. കുറെ കൊല്ലങ്ങൾക്ക് ശേഷം അങ്ങനെ കഴിഞ്ഞു. അല്ല, ഇത് ശരിയാണ്. ഈ RK നാരായണന്റെ കഥയിലും ഇത് വരുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇങ്ങനെ ഗംഗയിൽ നിന്നുണ്ടായ മകനാണ് ദേവരഥൻ. ദേവരഥൻ എന്ന് പറയുന്ന എട്ടാമത്തെ മകനാണ്. കൊല്ലാണ്ട് വിട്ടിരിക്കുന്ന മകനാണ്. കുറെ കൊല്ലങ്ങൾക്ക് ശേഷം ശന്തനു മഹാരാജാവ് ഇതുപോലെ ഒരു ദിവസം വേട്ടയ്ക്ക് പോവാണ്. പിന്നെയും വേട്ടയ്ക്ക് പോകുമ്പോ എന്തായി, വേറെ ഒരു സുന്ദരിയായ ഒരു സ്ത്രീനെ കണ്ടു. ഈ സ്ത്രീ ആരാണ്? ഈ സ്ത്രീയാണ് സത്യവതി. സത്യവതി ആരാണ്? സത്യവതിയാണ് അടുത്ത കഥാപാത്രം. അപ്പൊ ഈ സുന്ദരിയായ സ്ത്രീനെ കണ്ട ഉടനെ ശന്തനു മഹാരാജാവ് ചോദിച്ചു, ഹൂ ആർ യു, വൈ ആർ യു ഹിയർ? നീ ആരാണ്? നീ എന്തിനാണ് ഇവിടെ വന്നിരിക്കുന്നത്? അപ്പോൾ അവൾ പറഞ്ഞു, ഐ ആം ദി ഡോട്ടർ ഓഫ് എ ഫിഷർമാൻ. ഐ ഹെൽപ് മൈ ഫാദർ ടു ഫെറി പിലിഗ്രിംസ് അക്രോസ് ദി റിവർ. ഞാനൊരു മുക്കുവൻ്റെ മകളാണ്. മുക്കുവൻ എന്ന് വെച്ചാൽ മീൻ പിടിക്കുന്ന ആള്. മീൻ പിടിക്കുന്ന ആളുടെ മകളാണ് ഞാൻ. എൻ്റെ അച്ഛനെ തോണിയിൽ ഇക്കരയിൽ നിന്ന് അക്കരയിലേക്ക് ആൾക്കാരെ കൊണ്ടുപോകാൻ സഹായിക്കുന്നു. പിലിഗ്രിംസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്പലങ്ങളിൽ തൊഴുകാൻ പോണ ആൾക്കാരാണ് പിലിഗ്രിംസ് എന്ന് പറയാം. ഓക്കെ.
The king sought her father and asked. അപ്പം രാജാവ് എന്താ ചെയ്ത? അച്ഛനെ നോക്കി ചോദിച്ചു, വിൽ യു പെർമിറ്റ് us to marry? ഈ മുക്കുവൻ്റെ മകൾ അതിസുന്ദരിയായതുകൊണ്ട് രാജാവ് ചോദിച്ചു മുക്കുവനോട്, ഞാൻ നിങ്ങളുടെ മകളെ കല്യാണം കഴിക്കട്ടെ എന്ന് ചോദിച്ചു. ഇത് കേട്ട ഉടനെ മുക്കുവൻ ആ സന്തോഷം കൊണ്ട് ഭയങ്കര സന്തോഷമായില്ലേ. രാജ്യത്തിലെ മഹാരാജാവാണ് തൻ്റെ മകളെ കല്യാണം കഴിക്കാന്ന് പറഞ്ഞിരിക്കുന്നത്. കേട്ട ഉടനെ ഹി എഗ്രീഡ് റെഡിലി ബട്ട് ആഡഡ്, സന്തോഷത്തോടെ സമ്മതിച്ചു. പക്ഷെ ചോദിച്ചു, ഓൺ ദി കണ്ടീഷൻ ദാറ്റ് ദ സൺ ബോൺ ടു ഹെർ വിൽ ബി യുവർ സക്സസർ. അടുത്ത മഹാരാജാവ് ആരായിരിക്കും? ദേവരഥനല്ല, നമ്മളിൽ തമ്മിൽ, അതായത് എൻ്റെ മകളിൽ നിന്ന് ജനിക്കുന്ന കുട്ടിയായിരിക്കണം അടുത്ത മഹാരാജാവ്. അയ്യോ, ഇത് രാജാവിന് ബുദ്ധിമുട്ടായില്ലേ? കാരണം എന്താണ്? അതിശക്തനും കഴിവുള്ള മകനല്ലേ ദേവരഥൻ. ശരിക്കും മൂത്ത മകനല്ലേ രാജ്യം കൊടുക്കണ്ടേ? പക്ഷേ ഈ മുക്കുവൻ എന്താ പറഞ്ഞ, എൻ്റെ മകളുടെ മകന് മാത്രമേ രാജ്യം കൊടുക്കാൻ പാടുള്ളൂ, എങ്കിലേ കല്യാണം കഴിക്കാൻ സമ്മതിക്കുള്ളൂ എന്ന്. അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. മനസ്സിലായോ കുട്ടിക്ക് കഥ? The king could not accept this and returned to the palace frustrated. രാജാവിന് ഇത് സമ്മതമായിരുന്നില്ല. രാജാവിന് ഭയങ്കര സങ്കടമാണ്. കാരണം രാജാവിന് മകന് ഇഷ്ടമാണല്ലോ. മകനും വേറൊരാളെ രാജാവാക്കാൻ രാജാവിന് ഇഷ്ടമല്ല. അതുകൊണ്ട് രാജാവ് പക്ഷെ സങ്കടത്തോടു കൂടി തിരിച്ചിങ്ങോട്ട് വന്നു. തിരിച്ച് രാജ്യത്തിൻ്റെ ഇതിലേക്ക് വന്നിട്ട് ഇങ്ങനെ സങ്കടത്തോടെ ഇരിക്കുകയാണ്. In the days that followed, the young prince Devaratha, noticing his father's melancholic state, inquired, "What's troubling your mind?" മകൻ രാജാവിനോട് ചോദിച്ചു, രാജാവേ, അച്ഛാ, എന്താ നിങ്ങൾക്ക് ഏറ്റവും വലിയ സങ്കടം? എന്തുകൊണ്ടാണ് നിങ്ങൾ കുറച്ച് ദിവസമായിട്ട് സങ്കടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്? ഇപ്പം രാജാവ് പറഞ്ഞു. The king replied, I am worried about the future, or rather, the future of our dynasty. You are my only son. If any mishap befalls on you, our dynasty will come to an end. എനിക്ക് നമ്മുടെ രാജ്യത്തിൻ്റെ ഭാവിയെക്കുറിച്ചാണ് സങ്കടം. നീ മാത്രമേ എനിക്ക് മകനായിട്ടുള്ളൂ. രാജാവ് മകനോട് പറയണേ. രാജാവ് ശന്തനും മകനും തമ്മിലുള്ള സംസാരമാണിത്. ശന്തനും മകനോട് പറയണേ, നീ മാത്രമേ എനിക്കുള്ളൂ, നീയാണ് എൻ്റെ ഏക മകൻ. ഈ രാജ്യത്തിന് എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഈ പരമ്പര അവസാനിക്കില്ലേ? അതിനെക്കുറിച്ചുള്ള സങ്കടത്തിലാണ് ഞാൻ. The scriptures say that having an only son is like having no son. ചരിത്രം പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരേ ഒരു മകനുള്ളതും മകനില്ലാത്തതും ഒരുപോലെയാണെന്നാണ് പറയപ്പെടുന്നത്. You are, നീ, at all times engaged in the exercise of arms, and you will be a great warrior. But how can one prophesy a warrior's end? നീ ഭയങ്കരമായിട്ട് ഏതു നേരം യുദ്ധം ചെയ്യാനും കളരി മറ്റേ ഇതിലും ഇങ്ങനെയാണ് നീ ഭയങ്കര നല്ല ഏറ്റവും കഴിവുള്ള ഒരു യോദ്ധാവാണ്. യുദ്ധത്തിൽ നീ മിടുക്കനാണ്. പക്ഷെ ഒരു യോദ്ധാവായാൽ മാത്രം മതിയാവൂ എന്ന് അച്ഛൻ മകനോട് ചോദിച്ചു. മകനാകെ സങ്കടമായി. എന്തിനാ മകന് സങ്കടമായ? The prince was bewildered by his father's statement and sought an explanation privately from their minister.